ഇടിവ് നേരിടുന്ന വിപണിയിൽ നിക്ഷേപകർക്ക് സ്ഥിരമായ വരുമാനവും ദീർഘകാല നേട്ടവും ഒരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഡിവിഡൻഡാണ്. വലിയ ഡിവിഡൻഡ് നൽകുന്ന കമ്പനികൾക്ക് സ്ഥിരതയുള്ള കാഷ് ഫ്ലോയും വൻ ഫണ്ടമെന്റൽ ബലവുമുള്ളതിനെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് അവലോകനത്തിൽ നിന്ന് മികച്ച ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന 2 ഓഹരികളെ നോക്കാം. പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് PFC ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ പൊതുമേഖലാ കമ്പനിയാണ്. 1986-ൽ സ്ഥാപിതമായ ഇത് ഇന്ത്യൻ വൈദ്യുതി മേഖലയ്ക്ക് ധനസഹായം നൽകുന്നു, കൂടാതെ ഇന്ത്യാ ഗവൺമെന്റിന്റെ വൈദ്യുതി മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ്. 2021 ഒക്ടോബർ 12-ന് PFCയെ മഹാരത്ന സംരംഭമായി തരംതിരിച്ചു. ടെക്നിക്കൽ പെർഫോമൻസ് 1 ഇയർ -2.33%, 2 ഇയർ 196.99%. ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടർ 55.99%, FII 18.04%, DII 17.16%, പബ്ലിക് 8.8%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 26,461.36, ഏർണിംഗ് പെർ ഷെയർ 59.88, ഫിനാൻഷ്യൽ റേഷ്യോ 19.53. PFC ഡിവിഡൻഡ് 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള 4ാമത്തെ ഇടക്കാല ലാഭവിഹിതം മാർച്ച് 12-ന് PFC ബോർഡ് പ്രഖ്യാപിച്ചു. മാർച്ച് 19 ആണ് റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചത്. 2025 ഏപ്രിൽ 11-നകം ഓഹരി ഉടമകൾക്ക് പേയ്മെന്റ് ലഭിക്കും. 2025 സാമ്പത്തിക വർഷത്തിൽ PFC ആകെ 12.75 ലാഭവിഹിതം പ്രഖ്യാപിച്ചു. PFCയുടെ ലാഭവിഹിതം ഏകദേശം 3.45%. PFC സ്റ്റോക്ക് വില ട്രെൻഡ്: ഒരു മാസത്തിനുള്ളിൽ PFC ഓഹരി വില 5% വർദ്ധിച്ചു, എന്നാൽ PSU ഓഹരി വാർഷികാടിസ്ഥാനത്തിൽ 12%-ത്തിലധികം ഇടിഞ്ഞു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ PFC ഓഹരി വില 22.5% ഇടിഞ്ഞു, അതേസമയം ഒരു വർഷത്തിനുള്ളിൽ 8.7% ഇടിഞ്ഞു. PFC ഓഹരികൾ 2 വർഷത്തിനുള്ളിൽ 193%-ഉം 5 വർഷത്തിനുള്ളിൽ 445%-ഉം മൾട്ടിബാഗർ റിട്ടേൺ നൽകി. പവർ ഫിനാൻസ് കോർപ്പറേഷൻ ക്വാർട്ടർ 3 ഫലങ്ങൾ: ഡിസംബർ പാദത്തിൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ 5,829 കോടി രൂപയുടെ സംയോജിത അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ഇത് 4,727 കോടി രൂപയായിരുന്നു. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മൊത്തം വരുമാനത്തിൽ 14% വർധനവാണ് ഈ വളർച്ചയ്ക്ക് കാരണമായത്. ഇത് 2025 സാമ്പത്തിക വർഷത്തെ 3ാം പാദത്തിൽ 26,798 കോടി രൂപയായി. മുൻ സാമ്പത്തിക വർഷത്തെ ഇതേ പാദത്തിൽ ഇത് 23,571 കോടി രൂപയായിരുന്നു. ഗണ്യമായ ഇടക്കാല ലാഭവിഹിതം നൽകാനുള്ള PFCയുടെ തീരുമാനം അതിന്റെ ശക്തമായ സാമ്പത്തിക ആരോഗ്യത്തെയും പ്രവർത്തന വിജയത്തെയും പ്രതിഫലിപ്പിക്കുന്നു. സമീപ വർഷങ്ങളിൽ ഇന്ത്യയുടെ വൈദ്യുതി മേഖലയിൽ PFC ഒരു പ്രധാന പങ്കാളിയാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിനും വിതരണ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ധനസഹായം നൽകുകയും രാജ്യത്തിന്റെ ഊർജ്ജ പരിവർത്തനത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. കോർപ്പറേഷൻ അതിന്റെ സാമ്പത്തിക പോർട്ട്ഫോളിയോ വികസിപ്പിക്കുന്നതിലും സർക്കാരിന്റെ ഊർജ്ജ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുടരുന്നതിനിടെയാണ് ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നത്. കോർപ്പറേഷന്റെ വിജയത്തിന്റെ നേട്ടങ്ങൾ വിശ്വസ്തരായ ഓഹരി ഉടമകൾക്ക് കൈമാറുന്നുവെന്ന് ഉറപ്പാക്കുകയും സ്ഥിരമായ വരുമാന പ്രവാഹം നൽകുകയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. ശക്തമായ നിക്ഷേപക ബന്ധം നിലനിർത്തുന്നതിനും ലാഭത്തിന്റെ സുസ്ഥിരത പ്രകടിപ്പിക്കുന്നതിനുമുള്ള PFCയുടെ തുടർച്ചയായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇടക്കാല ലാഭവിഹിതം. പതിവായി ലാഭവിഹിതം വിതരണം ചെയ്യുന്നത് തുടരുന്നതിലൂടെ വരുമാനം തേടുന്ന നിക്ഷേപകർക്ക് കമ്പനി ഒരു ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുപ്പായി തുടരുന്നു, അതേസമയം അതിന്റെ പ്രവർത്തനങ്ങളുടെ വളർച്ചയിലും വികാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. DIC ഇന്ത്യ ലിമിറ്റഡ് DIC ഇന്ത്യ ലിമിറ്റഡ് 1947-ൽ സ്ഥാപിതമായി. മുമ്പ് കോട്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന ഇത് അച്ചടി മഷികളുടെയും അനുബന്ധ വസ്തുക്കളുടെയും ഏറ്റവും വലിയ നിർമ്മാതാവാണ്. കൊൽക്കത്ത, അഹമ്മദാബാദ്, ബംഗളൂരു, നോയിഡ എന്നിവിടങ്ങളിൽ ഗവേഷണ വികസന കേന്ദ്രങ്ങളുള്ള കമ്പനി വിപണിയിൽ വിപ്ലവകരമായ ഉൽപ്പന്നങ്ങളും സാങ്കേതികവിദ്യകളും അവതരിപ്പിക്കുന്നതിൽ അഭിമാനിക്കുന്നു. ഇന്ത്യയിലെ പ്രിന്റിംഗ്, പബ്ലിഷിംഗ്, പാക്കേജിംഗ് വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ DIC ഇന്ത്യ മാസികകൾ, പത്രങ്ങൾ, പ്രിന്റിംഗ്, പബ്ലിഷിംഗ് മേഖലകളിലെ പ്രശസ്തരായ ചിലരെ അവരുടെ ബഹുമാന്യ ക്ലയന്റുകളായി ഉപയോഗിക്കുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്
1 ഇയർ 55.88%. 2 ഇയർ 76.23%. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 71.75%. പബ്ലിക് 28.23%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 19.54. ഏർണിംഗ് പെർ ഷെയർ 21.29. ഫിനാൻഷ്യൽ റേഷ്യോ 4.7. ഡിവിഡൻഡ്. DIC ഇന്ത്യ 10 രൂപ മുഖവിലയുള്ള ഓരോ സ്റ്റോക്കിനും 40% അന്തിമ ലാഭവിഹിതം നൽകുമെന്ന് അറിയിച്ചു. ഡിവിഡൻഡ് കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ 40% അന്തിമ ലാഭവിഹിതം ഓരോ സ്റ്റോക്കിനും 4 രൂപ പേയോട്ടായി മാറുന്നു. ഡിവിഡൻഡ് നൽകേണ്ട ഓഹരി ഉടമയെ നിർണ്ണയിക്കുന്നതിനുള്ള റെക്കോർഡ് തീയതി ചൊവ്വാഴ്ച 2025 മാർച്ച് 18 ആണ്. ഓഹരി ഉടമകളുടെ വാർഷിക പൊതുയോഗത്തിൽ അംഗീകാരം ലഭിച്ചതിനുശേഷം ലാഭവിഹിതം നൽകും. DIC ഇന്ത്യ ഓഹരികൾ YTD അടിസ്ഥാനത്തിൽ 8.26% പോസിറ്റീവ് റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഓഹരി വില 2.73% ഉയർന്നു. ഒരു വർഷത്തിനുള്ളിൽ ഓഹരി വില 52.45% ഉയർന്നു. അതേസമയം 10 വർഷത്തിനുള്ളിൽ ഓഹരി വില 93.08% ഉയർന്നു. കൺക്ലൂഷൻ. ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് അളവറ്റ വരുമാന സ്രോതസ്സിനൊപ്പം നിലനിൽപ്പിനും വിപണി ആപത്ത് ഘട്ടങ്ങളിൽ സ്ഥിരതയും നൽകുന്നു. വലിയ സ്ഥിരമായ ഡിവിഡൻഡ് നൽകുന്ന കമ്പനികൾ സാധാരണയായി മികച്ച ഫണ്ടമെന്റലുകൾ, സ്ഥിരമായ വരുമാന വളർച്ച, ശക്തമായ ക്യാഷ് ഫ്ലോ എന്നിവയുമായി ബന്ധപ്പെട്ടു കാണപ്പെടുന്നു. അതേസമയം ഡിവിഡൻഡ് മാത്രം നോക്കി നിക്ഷേപിക്കുന്നത് ശരിയായ സമീപനമല്ല. കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യത, കടബാധ്യതകളുടെ അളവ്, വ്യവസായ രംഗത്തെ മാറ്റങ്ങൾ എന്നിവ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. സ്ഥിരവരുമാനത്തിനായി ഓഹരി വിപണിയിൽ നിക്ഷേപം ചെയ്യുന്നവർക്കും ദീർഘകാല വീക്ഷണമുള്ളവർക്കും ഡിവിഡൻഡ് സ്റ്റോക്കുകൾ മികച്ച ഓപ്ഷൻ ആയിരിക്കാം. ഈ ഓഹരികളെക്കുറിച്ചും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുമയുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.